മുഹമ്മദ് യൂനസ് രാജിവെക്കാനൊരുങ്ങുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ. ഇടക്കാല സർക്കാരിൻ്റെ നയങ്ങളോട് സൈനിക മേധാവിയായ വക്കർ ഉസ്സമൻ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. US നിർദ്ദേശപ്രകാരം മ്യാൻമാറിലെ രാഖിനെ സ്റ്റേറ്റിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഇടനാഴി തുറക്കുമെന്ന് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ സൈനിക തലവൻ ചോദ്യം ചെയ്തു. ഇതോടെ മുഹമ്മദ് യൂനസ് ഈ പ്രസ്താവനയിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നു. രാഖിനയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തുറക്കുന്ന ഇടനാഴിയിൽ രക്തപ്പുഴ ഒഴുകുമെന്ന് സൈനിക തലവൻ ഖമർ ഉസ്സമൻ കഴിഞ്ഞ ദിവസം തുറന്ന പ്രസ്താവന നടത്തിയിരുന്നു. US സമ്മർദ്ദത്തിന് വഴങ്ങി രാഖിനെ ഇടനാഴി തുറന്നാൽ അത് ബംഗ്ലാദേശിന്റെ ദേശീയ താൽപര്യത്തിന് എതിരാകുമെന്നാണ് സൈന്യത്തിന്റെ അഭിപ്രായം. സൈന്യം മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ എതിരാളിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാവ് ഖലീദ സിയയും രാഖിന ഇടനാഴി തുറക്കുന്നതിന് എതിരാണ്. US നിർദ്ദേശം അനുസരിച്ച് ആഭ്യന്തര യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ രാഖിനയിൽ നിന്നും കിഴക്കൻ ബംഗ്ലാദേശിലെ ചത്തോഗ്രാമിലെ ഇടനാഴി തുറക്കാൻ സമ്മതിച്ചാൽ പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിൽ ഇനിയും കുറേനാൾ തൂങ്ങിക്കിടക്കാമെന്നായിരുന്നു മുഹമ്മദ് യൂനസിന്റെ കണക്കുകൂട്ടൽ. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം സ്റ്റാർലിങ്കിന് പ്രവർത്തനാനുമതി നൽകിയതിലൂടെ ട്രംപിനെ സന്തോഷിപ്പിക്കാനും മുഹമ്മദ് യൂനസ് ശ്രമിച്ചിരുന്നു. എന്നാൽ സ്റ്റാർലിങ്കിന്റെ ചാർജുകൾ സാധാരണ ബംഗ്ലാദേശിയെ കൊണ്ട് താങ്ങുന്നതിലും അപ്പുറമാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര ഇസ്ലാമിക വിദ്യാർത്ഥി നേതാക്കൾ ധാക്കയിൽ പ്രതിഷേധിക്കാനും സൈനിക കണ്ടോൺമെന്റിലേക്ക് മാർച്ച് നടത്താനും യുവാക്കളെയും ഇസ്ലാമിസ്റ്റുകളെയും വിളിച്ചു കൂട്ടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ ഇസ്ലാമിക തീവ്രവാദികൾ ഒത്തുകൂടിയതുപോലെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന സൈനിക മേധാവിക്കെതിരെ പ്രക്ഷോഭം നടത്താനുള്ള കരുനീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.